എന്താ കാരണം തുടങ്ങാൻ? തിന്നാൻ ഇഷ്ടമുള്ളതുകൊണ്ട് അല്ലല്ല, കേക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട്. ഇത് ബട്ടർ സ്കോച്ച് സെൻസേഷൻ ഈ വർഷം പുതിയത് ഇറക്കാം. നമ്മൾക്ക് എത്ര ഇഷ്ടമായത് പറഞ്ഞാലും കസ്റ്റമേഴ്സ് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു കഴിയുമ്പോഴാണ് തൊടുമ്പളിക്ക് ഇങ്ങനെ പോരല്ലേ. ഇതിപ്പോ നമ്മളിപ്പോ തന്നെ കട്ട് ചെയ്തില്ല, മാന്തി തിന്നില്ലേ ആ കേക്ക്. ഇത്ര കേക്ക് അല്ല, ആ ചേച്ചി അപ്പൊ പറയാണ് ഞങ്ങളുടെ വീട് ഇങ്ങനെയല്ല കേട്ടാ, ശരിക്കും നല്ല ഭംഗിയിലാണ് ഉള്ളൊക്കെ എടുക്കാറ്. ചിരിക്കണേപ്പാ, ഇത് വേണ പരിഹാരത്തുള്ള മെർലിൻ നഴ്സറിയിൽ മനുവാണിത്. നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. സരിത ഒരു ഉണ്ണീനെ എടുത്തിരിക്കുകയാണ് കേട്ടോ. ആരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിഹാരത്തുള്ള മെർലിൻ നഴ്സറിയിൽ മനുവാണിത്. നമ്മളിവിടെ വന്നിട്ടുണ്ട്, റംബുട്ടാൻ്റെ പ്രളയം കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മനുവിൻ്റെ അവിടെയാണ് ഇവിടെ മെയിനായിട്ട് മാങ്കോസിൻ്റെ തൈകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലം. ഏറ്റവും കൂടുതൽ നല്ല നമുക്ക് ഏറ്റവും മികച്ച തൈകൾ കിട്ടുന്ന സ്ഥലമാണ്. മാങ്കോസിനാണ് ഇത് അങ്ങോട്ട് നീണ്ടു കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതാണ്. ഇപ്പൊ ഇവിടെ വഴി അന്ന് വന്നപ്പോ നല്ല കുരുട്ട് പോലുള്ളൊരു വഴിയായിരുന്നു. ഇപ്പൊ വഴിയൊക്കെ വീതി കൂട്ടി. ഞാനൊക്കെ വരുമ്പോ ചേട്ടനോട് പറയുന്നത് അന്ന് വന്ന പോലെ അല്ലല്ലോ, എന്തോ മാറ്റം എനിക്ക് മനസ്സിലാവണില്ല. അപ്പൊ നമ്മള് വാങ്ങിക്കാൻ വന്നിട്ടുള്ളത് ഫുലോസാന്റെ തൈയാണ് നമ്മൾക്ക് വേണ്ടത്. പിന്നെ മാംഗോസ്റ്റിന്. റംബുട്ടാൻ ഇപ്പൊ ഒരു 5 എണ്ണം ഉണ്ട് നമ്മുടെ വീട്ടില്. അതിന്റെ വേണ്ട. പിന്നെ ആവശ്യം നമുക്ക് പൊട്ടിച്ച് തന്നെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരാമല്ലോ. പക്ഷെ അന്ന് ഫിലോസാൻ കഴിച്ചിട്ടേ ഞങ്ങൾക്ക് അതിന്റെ ടേസ്റ്റ് ഇപ്പോഴും വായന്ന് പോയിട്ടില്ലേ. നല്ല ക്വാളിറ്റി, ഭയങ്കര ടേസ്റ്റ്. അത് ആളുകൾക്ക് അറിയില്ല തോന്നുന്നു ഇപ്പോഴും അല്ലേ. അതിന്റെ ഒരു ക്വാളിറ്റി ഒക്കെ ഉണ്ട് അതിന്. നമ്മൾ ബഡ് ചെയ്യുന്ന ക്വാളിറ്റി ഉണ്ടല്ലോ. ചുമ്മാ വെറുതെ ഒരു പ്ലാന്റ് നിർത്തി ചെയ്യാണ്ട് കറക്റ്റ് നല്ല മദർ പ്ലാന്റ് നോക്കി ചെയ്യുമ്പോ പിന്നെ ചിലപ്പോ 2 കൊല്ലൊക്കെ പുല്ലസം പറന്നു പോകും. അത് ആ മെയിൽ ചിലവർ പറയും പോളിനേഷന് വേണ്ടി മെയിൽ വേണം എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു എന്താ പറയാ, നമ്മളിവിടെ നിർത്തിയുടെ കുറച്ച് അങ്ങനെ ബഡ് ഇഷ്യൂ വന്ന സാധനങ്ങൾ നമ്മൾ വെട്ടിക്കളയും. അല്ലാതെ നല്ല ക്വാളിറ്റിയുള്ള മാത്രം നിർത്തും. അതിന്റെയാണ് നിങ്ങളന്ന് കഴിച്ചത്. അപ്പൊ അത് എന്നും കിട്ടില്ല. പല ആൾക്കാരും ഞങ്ങൾക്ക് കുറച്ച് മരമുള്ളൂ പുലാസാൻ. കാരണം കൊമേഴ്ഷ്യലി അങ്ങനെ ഒരുപാട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമല്ല. അന്ന് നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. നിങ്ങൾ കഴിച്ചല്ലോ. അപ്പൊ ആളുകൾക്ക് വീട്ടിൽ വെക്കാം. വീട്ടിൽ വെക്കാം. 1-2 വെച്ചാൽ ഈ പറഞ്ഞ മാതിരി കഴിക്കാം. നല്ല പുലാസം കഴിച്ചാൽ റംബൂട്ടാനിലും ടേസ്റ്റ് ആണ്. നിങ്ങൾ അന്ന് സമ്മതിച്ചില്ലേ? കുരു അടക്കാം. അതാണ് ഏറ്റവും എല്ലാവർക്കും അറിയില്ല. അപ്പൊ നമുക്ക് തൈ നോക്കാം ഇനി. അപ്പൊ ഞങ്ങൾ തൈ വാങ്ങിക്കട്ടെ കേട്ടാ. ഈ തൈകള് എത്ര നാള് എത്തിയതാ? ഇത് 3 വർഷം. 3 വർഷത്തിതാണോ? 3 വർഷത്തെ വളർച്ചയത്. 3 വർഷം കൊണ്ട് മാംഗോസിന് ഇത്രേ വളരുള്ളൂ അല്ലേ? ഇത് ഗ്രാഫ്റ്റ് പെട്ടെന്ന് കായ്ക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാഫ്റ്റ്. ഇത് 2 കൊല്ലം കൊണ്ട് കായ്ക്കും. ഇത് ഒരിക്കലും ഞാൻ മാംഗോസ്റ്റിൻ സ്ഥലം ഉള്ളവരുടെ അടുത്ത് ഗ്രാഫ്റ്റ് വെക്കാൻ പറയില്ല. സ്ഥലം ഇല്ലാതെ പരിമിതമായ സ്ഥലമുള്ള ആൾക്കാർ മാത്രം ഗ്രാഫ്റ്റ് വെക്കും. ഇതിനാകുമ്പോ വില എത്ര വരുന്നത്? ഇത് 1000. അതിന് 1000 രൂപ. ഇത് പെട്ടെന്ന് കായ്ക്കോ? 2 വർഷം കൊണ്ട് കായ്ക്കും. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ തൈ. ഈ 2 തൈ. ഈ പ്രാവശ്യം കാക്കേണ്ടതാണ്. നിങ്ങൾ സീസണിൽ വരുമ്പോൾ മിക്കവാറും അതുപോലെ ഫ്ലവർ ഉണ്ടാവും. കാച്ചു കൊടുക്കാൻ വെച്ചേക്കുന്നതാണ്. അതിന്റെ അപ്പുറത്തിരിക്കുന്ന 2000. അത് ഒരു 6 വർഷം വളർച്ചയുണ്ട്. 8 അടി 7 അടിയൊക്കെ ഹൈറ്റ് വരും. ഇതിപ്പോ ഇത്രേ വർഷം ഈ ഒരു ബാഗിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരുപാട് ബാഗ് മാറ്റി വെക്കും. ആ ഒരു പ്രോസസിംഗ് ചാർജും കൂടി അതിന് വരും. എല്ലാ 6 മാസത്തിലും ബാഗ് മാറ്റണം. എന്നാലും അതിന് വളർച്ച വരുള്ളൂ. മാറ്റുമ്പോ എല്ലാം വളം വീണ്ടും റീഫിൽ ചെയ്യണം. അങ്ങനെ എന്റെ ബാക്കില് ഒരു നല്ല അധ്വാനം ഉണ്ട്. പറയും ഇത് നമ്മുടെ റംബുട്ടാന്റെ വലിയ തൈകൾ. ഇതിപ്പോ ഈ കൊല്ലം കായ്ക്കുന്ന തൈകൾ. ഇതൊക്കെ ഈ കൊല്ലം നിങ്ങൾ വരുമ്പോ എല്ലാം കാച്ചിട്ടുണ്ട്. റംബുട്ടാന്റെ തൈകളുണ്ടോ? എന്തൊരു വലിപ്പമുള്ള തൈകളാണെന്നറിയാം. ഇപ്പൊ ക്ഷമയില്ല. എല്ലാവർക്കും കാച്ചത് കിട്ടണം. കാച്ച ഈസിയായിട്ട് കിട്ടും. 2 കൊല്ലത്തിൽ 3 കൊല്ലത്തിലാവും. അപ്പൊ കാച്ചു നിൽക്കുന്ന തൈകൾ എല്ലാവർക്കും. ഇത് എത്ര കേട്ട് കൊടുക്കുന്നത് ഈ തൈകള്? ഇത് 1500. 1500 തൈകളാണ്. 2000 ഉണ്ട്, 1000 ഉണ്ട്. അവിടേക്ക് ഇരിക്കുന്ന പല വലുപ്പത്തിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് തൈകൾ വാങ്ങിച്ചിട്ട് പോവാൻ പോവാണ്. ചിരിക്കാത്ത എത്ര നേരം ഭയങ്കര ചിരിയായിരുന്നു. പുറത്തിറങ്ങിയപ്പോ ചിരിക്കില്ലേ? ചിരിക്കണേപ്പാ. ഇത് വേണ മാങ്കോസ്റ്റിന്റെ തൈ 2 എണ്ണം വാങ്ങിക്കണം. ഇതിന് സാധാരണ പോലെ കുഴിച്ചിട്ടാ മതി. കെടുത്തി വെച്ചാ മതി, കുഴപ്പമില്ല. അപ്പോഴേ നമ്മൾ കഴിഞ്ഞ വട്ടം ഇങ്ങോട്ട് വന്നല്ലോ, റംബുട്ടാൻ വിളവെടുപ്പ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോ
അന്നൊന്നും മനുവിന് ഞങ്ങളിന്ന് അറിയില്ലായിരുന്നു. അതിനുശേഷമാണ് മനു ഞങ്ങളുടെ ചാനലൊക്കെ കാണാൻ തുടങ്ങിയിട്ട്. പിന്നെ നമ്മളായിട്ട് ഭയങ്കര കമ്പനി. അപ്പൊ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കും. അപ്പൊ മനു അപ്പൊ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് പറ്റിയ 2 അടിപൊളി കണ്ടന്റുകൾ ഉള്ള ഒരു സ്ഥലമാണ് ഈ ചാലക്കുടി എന്ന് പറയുന്നത്, ഈ ഒരു പരിയാരം. ഒന്ന്, ഇവിടെ കേക്കുകളുടെ കേന്ദ്രം. ക്രിസ്മസ് ടൈമില് ഒരു ഭാഗം മൊത്തം കേക്കുകൾ ഇങ്ങനെ ഉണ്ടാക്കി കേരളം മൊത്തം പോണത് ഈ വശത്തുനിന്ന് അത്ര. അതൊന്ന്. 2, കുറെ പഴക്കമുള്ള വീടുകള് പഴയ തറവാടുകൾ ഒരുപാടുണ്ട്. അതെ, വീട് ഇവിടെയാണ്. അത് മാത്രല്ല ഒരുപാട് പഴയ വീടുകളുണ്ട്, ഷൂട്ടിങ് വരുന്ന വീടുകളുണ്ട്. അപ്പൊ ഇത് രണ്ടും നിങ്ങൾക്ക് ഞാൻ സെറ്റാക്കി തരണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അതില് മറ്റേ പഴയ തറവാട്, ക്രിസ്ത്യൻ തറവാടുകൾ കിട്ടുമെന്നുള്ളത് സംശയമാണ്. അത് വലിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല അവരെ വീട് ഷൂട്ട് ചെയ്യണത്. എന്നാലും നിങ്ങൾക്ക് റെഡിയാക്കാം, നമുക്ക് കൂട്ടുകാരുടെ സുഹൃത്തുക്കളിലേക്കാണ്. അപ്പൊ ഇപ്പൊ മനു ഒരെണ്ണം നമുക്ക് സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് കേക്കിന്റെ ആണ് കേട്ടാ. ഇതിന്റെ പേര് നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷെ കണ്ടു കാണും. അത്യാവശ്യം ഫേമസ് ആണ്. ഇവര് പുഡിങ്ങും അങ്ങനത്തെ പല കേക്കുകളും ഓരോ കൊല്ലം പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ ചെയ്യണ്ടത്. നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും ബട്ടർ സ്കോച്ചിന്റെ സെൻസേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ പ്രാവശ്യത്തെ നല്ല കേക്കാണ്. പലതരം കേക്കുകൾ ഉണ്ടാവും. ഓരോ കൊല്ലം അവര് നല്ല പുതിയ പുതിയ വെറൈറ്റീസ് ഒക്കെ കൊണ്ടുവരാറുണ്ട്. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ഞാൻ തന്നെ ഫ്രണ്ട്സിനും പിന്നെ നമ്മുടെ സ്റ്റാഫിനും ഒക്കെ വാങ്ങിച്ച് കൊടുക്കാറുണ്ട്. എല്ലാ കൊല്ലവും പ്രത്യേകിച്ച് നമ്മുടെ ചാലക്കുടിയുടെ അപ്പുറത്തേക്ക് പോയ ആർക്ക് കൊടുത്താലും നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം അവിടുത്തെ കേക്ക് വേണം കേട്ടോ എന്ന് പറയും. അല്ല ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ ഇവിടെ പറഞ്ഞ് നിങ്ങൾ പിന്നെ ഇവിടുന്ന് വാങ്ങിച്ച അടുത്ത പ്രാവശ്യം ഇതേ സമയത്ത് വരും. മനു കേക്കിന്റെ ഇനിയിപ്പോ ഈ പ്രാവശ്യം ഏതാ പുതിയ വെറൈറ്റി ഉള്ളതെന്ന് ചോദിക്കും. നമ്മളെ കേക്കിന്റെ ആൾക്കാരല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അറിയാം, ഇവരായിട്ട് പരിചയമുള്ളത്. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് എത്രത്തോളം പറ്റും അറിയില്ല. കാരണം ഇപ്പൊ അവരുടെ സീസൺ അല്ലേ, ഭയങ്കര ഇതായിരിക്കും. എന്നാലും വന്നോളാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അവർക്ക് അവിടേക്ക്. അപ്പൊ നമ്മളിനി അവിടേക്കാണ് പോണത് കേട്ടോ, ആ വീട്ടിലേക്കാണ് പോണത്. അപ്പൊ ഞാൻ മനുവിന്റെ അവിടെ പോണേ. അപ്പൊ മാങ്കോസിന്റെ തൈകളൊക്കെ വാങ്ങിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഈ മനുവിന്റെ നമ്പർ മെർലിൻ നഴ്സറി പരിയാരം കേട്ടാ, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ക്രിസ്മസ് ആയിട്ട് തൈകള് കൊടുക്കാനേ പറ്റുള്ളൂ, കേക്കിന്റെ സ്ഥലത്തേക്കാണ് വിടുന്നത്. അതെ അതെ. അപ്പൊ അത് വാങ്ങിച്ചോ. അപ്പൊ ഞങ്ങൾ പോട്ടെ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ശരി ശരി ശരി. സുന്ദരി ടാറ്റാ. കണ്ട മനു പറഞ്ഞില്ലേ ഈ ഏരിയ മൊത്തം ഇങ്ങനത്തെ വീടുകളാണ്. ഇതാന്ന് തോന്നുന്നുണ്ട് ബാന്ദ്ര. ആ സിനിമ കണ്ടാലേ അറിയുള്ളൂ. അങ്ങനെ നമ്മള് മനു പറഞ്ഞ പ്രകാരം നമ്മള് പുതുശ്ശേരി എന്ന് പറഞ്ഞിട്ടുള്ള വീട്ടിലേക്ക് വരുന്നതാണ്. പുതുശ്ശേരി സ്പൈസ് കേക്ക്സ്, സിലിച്ചേച്ചീര കേക്ക് നിർമ്മാണശാല വീടാണ് കേട്ടാ. വീടാണ്. ഒരു വീട് തിക്കും തിരക്കും ശിവരാത്രി വിളക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നമ്മൾക്ക് ഒരു 5 മിനിറ്റ് സമയം ചേച്ചിന് കിട്ടിയ ഭാഗ്യം. നമ്മള് ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല, കാരണം അത്രയും ഓർഡറുകള് ഇവർക്ക് മധ്യ കേരളം, കോട്ടയം, എറണാകുളം, തൃശ്ശൂര്, പിന്നെ നിലമ്പൂര് വശം അങ്ങനെയൊക്കെ സപ്ലൈ ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഈ മഹേശ്വരി അല്ല മറ്റേ നമ്മുടെ ഈ ജനനന്മ സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ട് ഒരു കേക്കിന്റെ പരിയാരം, പ്രശസ്തമായ പരിയാരം കേക്കിനെ പറ്റി പറഞ്ഞല്ലോ. അത് ഇവിടെ നിന്നുള്ളതാണ്. ഞങ്ങള് തിന്നു, ഇവിടുന്നുള്ള തിന്നു. നല്ല കേക്കായിരുന്നു. ഞാൻ ആ കേക്ക് കണ്ടപ്പോ ചേട്ടനോട് ചോദിച്ചു, ഇത് എന്തുട്ടത് മുഴുവൻ നമുക്ക് തിന്നു കഴിക്കാൻ പറ്റില്ല, കഴിഞ്ഞു. നല്ല കേക്കായിരുന്നു. ഇപ്പത്താണ് ഈ സൈഡിലാണ് കേക്ക് നിർമ്മാണം നടക്കുന്ന സ്ഥലം. അവിടെ അതിന്റെ ഉള്ളൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും നമുക്ക് അറിയില്ല കേട്ടാ. ചേച്ചിയോട് ചോദിച്ചു നോക്കാം. ഇത് വീട് ഇപ്പൊ മൊത്തം ഇങ്ങനെ. ആ ചേച്ചി ഞങ്ങള് ഉള്ളിലേക്ക് കയറിട്ടാ. അപ്പൊ ആ ചേച്ചി പറയാ കാർഡ്ബോർഡ് പെട്ടികളാണ്. അല്ല ആ ചേച്ചി അപ്പൊ പറയാണ്, ഞങ്ങളുടെ വീട് ഇങ്ങനെയല്ലാട്ടാ, ശരിക്കും നല്ല ഭംഗിയിലാണ് ഉള്ളൊക്കെ കിടക്കാറ്. ഇപ്പൊ വീടിന്റെ ഉള്ളു തന്നെയാണ് ഗോഡൌൺ. ഈ ഒരു ടൈമിൽ മാത്രമല്ല ആവശ്യമുള്ളൂ. അപ്പൊ അതുകൊണ്ട് വേറൊരു സെറ്റപ്പിന്റെ ആവശ്യമില്ല. കഴിഞ്ഞു ഇവിടുത്തെ ആളനൊക്കെ. ഇപ്പൊ നമുക്കിനി ഉള്ളിൽ കയറിയിട്ട് സിലി ചേച്ചീനും പിള്ളേരും ഹസ്ബൻഡിനും ആ ചേട്ടനെയൊക്കെ പരിചയപ്പെടാം. ഇതാണ് സിറ്റ് ഔട്ട്. ഇവിടെ പിള്ളേര് ദേ പണിയിലാണ് കേട്ടാ. എന്തിനാ ഒളിച്ചു നിക്കണത്? പണിയെടുക്കണ കാണിക്കണത് ഇത്ര മോശം കാര്യമാണോ? അല്ലല്ലോ. ഇനിയിപ്പോ ഹോളിലേക്ക് കയറുകയാണെങ്കിൽ ഹോളിലും ഇതുപോലെ ഓരോ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പെട്ടികൾ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഹോള് മൊത്തം. നമ്മൾക്കിനി വേറൊരു ദിവസം വരാട്ടാ. ശരിക്കും കഴിഞ്ഞ മാസം വരേണ്ടതായിരുന്നു അല്ലേ? വർത്താനൊക്കെ പറഞ്ഞ് കേക്ക് ഉണ്ടാക്കണതൊക്കെ നമുക്ക് കാണായിരുന്നു. ഇവിടെ 8 ഫ്ലേവറാ അങ്ങോട്ട് ഉണ്ട് കേക്കുകൾ. ആ 8 നമുക്ക് ആ ചേച്ചിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കണൊക്കെ കാണായിരുന്നു. ഇനി വേറെ ദിവസം അടുത്ത മാസം എങ്ങാനും വരാം, ഇവിടെ തിരക്കൊഴിയുമ്പോ. അപ്പൊ സിലി ചേച്ചി, ഇതാണ് ഞങ്ങൾ പറഞ്ഞ സിലി ചേച്ചി.
ചേച്ചിയുടെ തിക്കും തിരക്കും പണിയുടെ ഇടയിൽ ഞങ്ങളൊരു ശല്യയില്ലേ? പിന്നെ നല്ല തിരക്കുള്ള ഇനിയിപ്പോ അവസാനിക്കാറായില്ല, 25-ാം തീയതി വരെയല്ലേ ഉള്ളൂ. പിന്നെ ന്യൂ ഇയറിനും ഉണ്ടാവില്ലേ കേക്കുകള്? ന്യൂ ഇയറിന് അങ്ങനെ ഒരുപാടൊന്നും ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു എല്ലാവരുടെ വീട്ടിലും ഇഷ്ടംപോലെ കേക്ക് ഇരിപ്പുണ്ടാവും. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. ന്യൂ ഇയർ വരെയൊക്കെ നല്ല തിരക്കുണ്ടാവും. ന്യൂ ഇയർ അല്ല, അത് കഴിഞ്ഞിട്ടുള്ള ജനുവരി ഫെബ്രുവരി നമ്മുടെ ആ ഒരു നോമ്പ് തുടങ്ങുന്ന ഞങ്ങളുടെ ആ ഒരു സമയം വരെ ആഘോഷങ്ങളല്ലേ, അപ്പൊ നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ ഇപ്പൊ എനിക്ക് 25th കൂടിയിട്ട് ഒരു ഇതൊക്കെ കഴിയും. അപ്പൊ വീട് ക്ലീൻ ആവും. വീട് ക്ലീൻ ആവും. ക്ലീൻ ആയിട്ട് ഞങ്ങൾ ഒരു ദിവസം വരാം. തീർച്ചയായിട്ടും. എങ്ങനെയാ വീട്? നല്ല വീടാണ്, ഇങ്ങനെ കിടക്കുമ്പോ തന്നെ നല്ല വീടാ. ഇത് എങ്ങനെയാ വീടിന്റെ ഒറിജിനൽ കോലം കാണാനായിട്ട് വീടിന് വരും. അപ്പൊ നമ്മളിപ്പോ ഫാക്ടറിയുടെ അവിടേക്ക് നടക്കുകയാണ്. ഒരു രക്ഷയില്ല ഫാക്ടറിയുടെ ഉള്ളിൽ കാണിക്കാനായിട്ടാ, കാരണം തകൃതിയായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ അവരെ നമ്മൾ ശല്യം ചെയ്യുന്നത് ശരിയല്ല അല്ലേ? ഇവിടെ റൊണാൾഡ് ഉണ്ട് കേട്ടോ. റൊണാൾഡ് ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേട്ടന്റെ പേരെന്താണ്? ബെന്നി ചേട്ടനുണ്ട്. ബെന്നി ചേട്ടൻ ഇപ്പൊ 15 മിനിറ്റിനുള്ളിൽ വരാണ്ട് ഇപ്പൊ എന്നെ പുറത്തു പോയി. പിന്നെ റൊണാൾഡ് മൂത്ത മകൻ, രണ്ടാമത്തെ മകൻ റിച്ചാർഡ്, ആളവിടെ പോയി തൃശ്ശൂര് സപ്ലൈക്ക് കേക്ക് കൊണ്ടുകൊടുക്കാൻ പോയിരിക്കാണ്. അപ്പൊ അങ്ങനെ. അപ്പൊ ഇതാണ് കേട്ടാ നമ്മുടെ ഫാക്ടറി, പുതുശ്ശേരി സ്പൈസ് കേക്ക്സ്. അപ്പൊ ഇത് ഇപ്പൊ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഫസ്റ്റ് തുടങ്ങിയത് ഏത് വർഷത്തിലായിരുന്നു? 2005-06 ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്താ കാരണം തുടങ്ങാനായിട്ട്? തിന്നാൻ ഇഷ്ടമുള്ളത് കൊണ്ട് അല്ലല്ല, കേക്ക് ഇതിന്റെ ഭയങ്കര ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ സത്യത്തിൽ അങ്ങനെയാണ് നമുക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. പിന്നെ എനിക്ക് ഇഷ്ടമാണ് പൊതുവെ കുക്കിംഗ് കാര്യങ്ങൾ ഇഷ്ടമാണ്. അങ്ങനെ അപ്പൊ കേക്ക് അല്ലാണ്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കും? നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് വേറൊന്നും. സെയില് പോട്ടെ, ഇപ്പൊ നമ്മൾ ഓരോ ഫംഗ്ഷൻ, ഇപ്പൊ ഇവിടെ പെരുന്നാളൊക്കെ വരുമ്പോ ബന്ധുക്കളൊക്കെ വരില്ലേ? ബിരിയാണി നല്ല സൂപ്പർ. അതെ, അപ്പൊ നമ്മൾ ഇനി നിങ്ങൾ വരുമ്പോ ലഞ്ചും കൂടെ ഞാൻ തരാം, അങ്ങനെ വിളിക്കാം. ഞാൻ ഇന്നിപ്പോ ഒരു ഒട്ടും എനിക്ക് നിങ്ങളെ കെയർ ചെയ്യാനൊന്നും പറ്റാത്ത. സാറില്ല അതിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട, ഞങ്ങളാണ് ശല്യം ചെയ്യാൻ വന്നത്. മമ്മിക്ക് പൊതുവെ കുക്കിംഗ് ഒരു സംഭവം ചെയ്തിട്ട് മമ്മിക്ക് സാറ്റിസ്ഫാക്ഷനിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പെർഫെക്റ്റ് ചെയ്തിട്ടാണ്. എനിക്ക് അങ്ങനെ ബെഞ്ച് മാർക്ക് ഒന്നുമില്ല, വേറെ ഒരു ഇത് വെച്ചിട്ട് അങ്ങനെ കമ്പാരിസൺ നമുക്ക് ഇഷ്ടാവാന്നുള്ളതാണ് എന്റെ ബെഞ്ച് മാർക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടമാവുന്ന സംഭവം അതുവരെ നമ്മള് ട്രയലിംഗ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പൊതുവേ നമ്മൾ പുറത്തു പോയിട്ട് ഹോട്ടലിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിച്ചാലും അത് ഞാൻ എന്റേതായ വേർഷനിൽ നമ്മൾ ഉണ്ടാക്കി നോക്കും. ഇപ്പോ ഇവർക്ക് അത് കാരണം ഭയങ്കര വലിയ സംഭവം പുറത്തു പോയിട്ട് കഴിക്കുമ്പോ ഞങ്ങള് പണ്ട് ഞങ്ങൾക്കും അറിയില്ലായിരുന്നു ഇങ്ങനെ വിലയിരുത്തുന്നത്. പക്ഷെ നമ്മള് മമ്മിയുടെ ചെയ്യുമ്പോ നമുക്കത് പുറത്തു പോയി കഴിക്കാതെ പറയുന്നത് ഭയങ്കര ത്രില്ലൊന്നുമല്ല. പിന്നെ അത്ര നല്ല സംഭവമാണ്. നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നാലും. പക്ഷെ മമ്മി ഇപ്പൊ നമ്മള് ഞാൻ പുറത്തു പോകാൻ നിൽക്കണോ അല്ലെങ്കിൽ കുറെ നാളായിട്ട് കോളേജിലൊക്കെ ഈ സമയത്ത് ഫുഡ് മിസ് ആയി തുടങ്ങിയുള്ള മനസ്സിലായേ. അപ്പോഴാണ് വീട്ടിലത്തെ ഭക്ഷണത്തിന്റെ വില മനസ്സിലായിരുന്നില്ല, അതിന്റെ ടേസ്റ്റ്. ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോ പറയാറുണ്ടാ മമ്മിയുടെ ഫുഡിന്റെ? എന്റെ ഫ്രണ്ട്സ് ഉണ്ട് പലരും, അവര് ഹസ്ബൻഡ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ 2005 ഉണ്ടാക്കി പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങി? ഇല്ല, ഞാൻ ചുമ്മാ ട്രയൽ പോലെ. ട്രയലല്ല, നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ്. പിന്നെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോവില്ലേ, നമ്മുടെ ബന്ധുവീടുകളിലൊക്കെ പോകുമ്പോ എന്തെങ്കിലും കൊടുക്കണമല്ലോ, അപ്പൊ നമ്മള് വേറെ വാങ്ങിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ കേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. അപ്പൊ ആരെങ്കിലും പറയൂലേ നല്ല കേക്കാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കുറഞ്ഞ ഉണ്ടാക്കി തരുമോ എന്നൊക്കെ അവരുണ്ടാവും. അങ്ങനെയൊക്കെ ചോദിക്കുക. നമ്മൾ ഒരു കുഞ്ഞ് സിംഗിൾ ആവില്ല അങ്ങനെ, അപ്പൊ ഉണ്ടാക്കി കൊടുക്കും. ബിസിനസ് ആയിട്ട് എടുത്തു തുടങ്ങിയത് ഏത് വർഷം തൊട്ടാ? ബിസിനസ് എനിക്ക് ഒരു 2009 തുടങ്ങി. നമ്മൾ സീസണിൽ തന്നെ ക്രിസ്മസിന് തന്നെ കുറച്ചും കൂടെ ഒരു വോളിയം കൂടുതലൊക്കെ ചെയ്യാൻ തുടങ്ങി. പിന്നെ ആദ്യമൊക്കെ വലിയ പാടായിരുന്നു കേട്ടോ. നമ്മള് കടകളിലൊക്കെ വേണോന്നൊക്കെ ചോദിക്കുമ്പോ അതെന്തിനാ നിങ്ങളുടെ കേക്ക് ഞങ്ങൾ ഇവിടെ പണിക്കാരെ നിർത്തിയിട്ടുണ്ട്, നിങ്ങളുടെ കേക്ക് അങ്ങനെയായിരുന്നു. പിന്നെ എൻക്വയറി വരാൻ തുടങ്ങി, ഇഷ്ടം പോലെ ഉണ്ട്. അത് തന്നെ. പിന്നെ ഇങ്ങനെ ക്രിസ്മസിന് പോയി തുടങ്ങി കഴിഞ്ഞപ്പോ ആളുകൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അവരുടെ പരിചയത്തിലുള്ള ബേക്കറികൾക്ക് അവര് റെഫർ ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കേക്ക് ഉണ്ട് നല്ലതാന്നൊക്കെ പറഞ്ഞിട്ട്. ഈ കേക്കിന്റെ ഒരുക്കങ്ങളൊക്കെ ഓഗസ്റ്റ് മുമ്പ് തുടങ്ങും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ പറഞ്ഞ ഹോം മെയ്ഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആളുകൾ എക്സ്പെക്ട് ചെയ്യുന്നത് ആ ഹോം മെയ്ഡ് എന്നുള്ള സാധനം അപ്പൊ അതേപോലെ തന്നെ കിട്ടാൻ. നമ്മൾ വലുതായി കരുതിയിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് മാറുന്നില്ല. അപ്പൊ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ആ സെയിം ക്വാളിറ്റി തന്നെയാണ്. അപ്പൊ നമ്മള് അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്തു പോണത്. നമുക്ക് ആൾക്കാർ കൂടിയിട്ടുണ്ട്, കുറച്ച് മെഷീനറീസ് വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമ്മുടെ പ്രോസസ്സിലൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. അതേപോലെ 7-8 തരം കേക്കുകളുണ്ട്. അത് ഇപ്പൊ ഈ വർഷം പുതുതായിട്ട് വന്നത് ഒരു ബട്ടർ സ്കോച്ച് സെൻസേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു അതൊക്കെ ചേച്ചിയുടെ കണ്ടുപിടുത്തങ്ങൾ. അതൊക്കെ കണ്ടുപിടുത്തം തന്നെ. അതിനകത്ത് കുറച്ച് ഇന്നോവേഷൻസ് ഉണ്ട്. അപ്പൊ ഡിസംബർ 25-ാം തീയതിയോട് കൂടി ഇവിടെ ശാന്തമായാലും
സിലി ചേച്ചി ശാന്തയായിട്ടിരിക്കില്ല. പിന്നെ ആള് അടുത്ത വർഷം 25 അല്ല അല്ലേ, അടുത്ത ക്രിസ്മസ് അതാണ് നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിക്കും നമ്മുടെ അടുത്ത്, ഈ വർഷം എന്താ പുതിയത്, ഈ വർഷം എന്താ പുതിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എപ്പോഴും വരും സ്ഥിരം കസ്റ്റമേഴ്സിന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ അവർക്ക് നമ്മളുള്ള കേക്കിന്റെ അപ്പുറത്തുള്ള ഒരു കേക്ക് അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. മാർക്കറ്റിൽ ഇഷ്ടം പോലെ കേക്ക് ഉണ്ട്, അതൊന്നും അവർക്ക് വേണ്ട. നമ്മളുടെ ആ റേഞ്ചിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കേക്കാണ്. അപ്പൊ അത് സക്സസ് ആയി കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അതിലേക്ക് എത്തിയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അയ്യോ ഇപ്രാവശ്യം അവരോട് എന്ത് പറയും, അവരോട് ഹിറ്റ് സിനിമ ഇറക്കിയ ഒരു ഡയറക്ടർക്ക് അടുത്ത പടം ഇറക്കുമ്പോ ഭയങ്കര ടെൻഷനാണ്. കാരണം ആളുകൾക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. പുതിയ ഓരോ കേക്ക് ഇറക്കുമ്പോഴും ചേച്ചിക്ക് ടെൻഷൻ ഉണ്ട്. അത് ആള് പിന്നലെ എന്ന് പറയുമ്പോ അവര് ഇതുവരെ കഴിച്ചതിനേക്കാളും മുകളിൽ നിൽക്കണം. അതിലും വലിയ ടേസ്റ്റുള്ള സാധനം പ്രതീക്ഷിച്ചിട്ടാണ് അവര് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് പോവാൻ പറ്റില്ല. എല്ലാം നമ്മൾക്ക് എത്ര ഇഷ്ടമായത് പറഞ്ഞാലും കസ്റ്റമേഴ്സ് ഒരു ഫീഡ്ബാക്ക് പറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് സെറ്റായി. തീർച്ചയായിട്ടും നമ്മൾ അതുവരെ നമ്മളെല്ലാവരും കഴിച്ച് കുറെ ട്രയൽസ് നമ്മൾ തന്നെ കഴിച്ച് ഒരുവിധം ആവട്ടോ. ഈ കേക്കുകൾ മുഴുവൻ എല്ലാ ട്രയലിൽ നിന്നും ഓരോ മാറ്റങ്ങൾ വരുത്തി ഇതെല്ലാം നമ്മൾ കഴിച്ചു നോക്കി. അയ്യോ ഇത് അങ്ങനെ പോരാ, ഇത് ഇങ്ങനെ പോരാ, ആ വ്യത്യാസം ഈ വ്യത്യാസം അങ്ങനെ ചെയ്ത് നോക്കി അത്യാവശ്യം നല്ല പണിയുള്ള പണി തന്നെയാണ് ഒരു പുതിയതായിട്ട് ഇറക്കാന്ന് പറയുന്നത്. ഇതല്ലാണ്ട് മറ്റേ ബർത്ത്ഡേ കേക്കുകൾ, ക്രീം കേക്കുകൾ, ക്രീം കേക്കുകൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിരുന്നു ഒരു സമയം വരെ. പിന്നെ ചെറുതായിട്ടൊരു മടി പിടിച്ചു. ഡെക്കറേഷൻ അല്ല, ഇതില് കുറച്ച് ബിസി ആയി കഴിഞ്ഞപ്പോ ഇതിന്റെ പണികൾ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന് നിൽക്കാൻ പറ്റുള്ളൂ. രാത്രിയൊക്കെ ലേറ്റ് നൈറ്റ് ഒക്കെ നിന്ന് ചെയ്യണം. അപ്പൊ കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന വെള്ളം ഇതിവിടുത്തെ സ്റ്റാഫിന് കുടിക്കാൻ വരുന്ന വെള്ളമാണ് കേട്ടാ. അപ്പൊ സിലി ചേച്ചി സ്റ്റാഫിന്റെ ആരോഗ്യത്തിൽ ഒരു എത്ര ശ്രദ്ധയാണ് കൊടുക്കണേന്ന് മനസ്സിലായില്ലേ? അവന് കേക്ക് ഉണ്ടാക്കുമ്പോ എത്ര ശ്രദ്ധ ഉണ്ടാവും അല്ലെ, എത്ര ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുള്ളൂ. ഇതിലും വലിയൊരു തെളിവ് വേണ്ട. ഈ കിണറ് ഞാൻ ഇപ്പൊ കിണറ്റിൽ പോയി നോക്കിയുള്ളൂ. ഇവിടെ ചാലക്കുടി വെച്ച് എന്തായാലും കിണറ് വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവില്ല. അതെ, പുഴ അടുത്ത് തന്നെയല്ലേ. അപ്പൊ പിള്ളേർക്ക് എത്ര സ്റ്റാഫ് ഉണ്ട് ഇപ്പൊ? ഈ സമയത്ത് മാത്രം സ്റ്റാഫ്. ഇവിടെയുള്ള കുട്ടികൾ എന്ന് പറഞ്ഞ ഒക്കെ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവർ തന്നെയാ. ഒക്കെ റിച്ചാർഡിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. സോറി റിച്ചാർഡ് കണ്ടിട്ടില്ലേ മനുവിന്റെ റംബൂട്ടാൻ പൊട്ടിക്കാൻ വരുമ്പോ പഠിക്കുന്ന കുട്ടികൾ നല്ല മിടുക്കന്മാര് പിള്ളേരാട്ടോ. ഇവര് പലരും ബിടെക്കും രണ്ടുപേരായിട്ട് ഡാറ്റ അനാലിസിസ് കഴിഞ്ഞ് പ്ലേസ്മെന്റ് ആയിട്ടിരിക്കുന്നവരാ. BSc കെമിസ്ട്രി കഴിഞ്ഞവര്, ബിടെക് കഴിഞ്ഞ എല്ലാം നല്ല പിള്ളേരെല്ലാവരും നല്ല മിടുക്കന്മാരുമാണ്. നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് ചെയ്തെടുക്കും. ഇത് ഞാനിപ്പോ ഹാമ്പറിന് വേണ്ടിട്ട്, ക്രിസ്മസ് ഹാമ്പറിന് വേണ്ടിട്ട് ചെയ്തതാണ്. ചോക്ലേറ്റും കുക്കീസും. അപ്പൊ ഇത് പതിയെ നമ്മളൊന്ന് മാർക്കറ്റിൽ ഇറക്കണം കൂടെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പൊ കേക്കിന്റെ കൂടെ ഇതും കൂടി പുതുതായിട്ട് ഈ വർഷം ഈ വർഷം കുക്കീസ് ഞാൻ ഉണ്ടാക്കി ഇങ്ങനെ ബൾക്കായിട്ട് കൊടുക്കാറൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലേക്കൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നു. ക്രിസ്മസ് കഴിയുമ്പോൾ കുക്കീസ്. ഇത് ബട്ടർ സ്കോച്ച് സെൻസേഷൻ ഈ വർഷം പുതിയത് ഇറക്കിയത്. ഈ സംഭവം ഇതിന്റെ പാക്കേജിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്, കേക്ക് കഴിച്ചിട്ടില്ല. ബട്ടർ സ്കോച്ച് കേക്കാണ് നേരത്തെ കഴിച്ചത്, ഞാൻ തന്നില്ലേ. അതിന്റെ തന്നെ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് പ്രീമിയം റേഞ്ചിലുള്ള കേക്ക്. ഈ ബട്ടർ സ്കോച്ച് പൊതുവെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേക്കാണ്. അപ്പൊ ഈ വർഷത്തെ ഒരു കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഒക്കെ ഒന്ന് കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ്. ഇതും കഴിച്ചു നോക്കിയിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരണം. തീർച്ചയായിട്ടും തുറന്ന് കാണിക്കണേട്ടാ. തുറക്കുമ്പോ മറ്റേ വേറെ കേക്കുകൾക്ക് ഇല്ലാത്ത ഒരു സവിശേഷതയാണ് ഈ ഒരു കവർ പാക്കിങ് അല്ലേ. സാധാരണ ഇതിന്റെ ഉള്ളിൽ നേരം കേക്കാണ് കിട്ടുക. പക്ഷെ കാണില്ല. ഇത് ശരിക്കും ഫ്ലേവർ ലോക്ക്ഡ് ആണ്. പിന്നെ ഒരു വാക്യൂം പാക്കിംഗ് എന്നുള്ളൊരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ഈ കവറേ പറ്റുള്ളൂ. നോർമൽ കവറിൽ അത് ചെയ്യാൻ പറ്റില്ല. അതിന്റെ ഒരു പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യില്ല. ഇവിടെ വെച്ചിട്ട് തന്നെ ഫീഡ്ബാക്ക് പറയാം. ഇനി വീട്ടിൽ പോവാൻ നിക്കണ്ട. കാര്യം ഞങ്ങള് വന്നപ്പോ തന്നെ ചേച്ചി ഞങ്ങക്ക് കൊണ്ടുപോകാൻ തന്നു കേട്ടാ പീസുകള്. ആഹാ, ഇതാണ് നമ്മുടെ ബട്ടർ സ്കോച്ച് സെൻസേഷൻ. ഈ പേപ്പർ വെച്ചാന്ന് വെച്ചാൽ നമുക്ക് പാക്ക് ചെയ്യുമ്പോഴും ഹാൻഡ് ടച്ച് വരാതിരിക്കാൻ വേണ്ടിട്ടാണ്. പൊട്ടിച്ചെടുത്താലോ? അയ്യോ അത് വേണം. അപ്പൊ ചേട്ടൻ പൊട്ടിച്ചെടുക്കും. തൊടുമ്പളിക്ക് ഇങ്ങനെ പോരൂല്ലേ. കേക്ക് കട്ടിങ്ങിന്റെ ന്യൂ വേർഷൻ. കേക്ക് കൊണ്ട് വെക്കുക, എല്ലാവരും 4 സൈഡിൽ പൊട്ടിച്ച് ഹോസ്റ്റലിൽ അങ്ങനെയാ. ഞാൻ ഹോസ്റ്റലിൽ പോകുമ്പോ നമുക്ക് വീട്ടിൽ വെച്ച് കഴിക്കാൻ, ഹോസ്റ്റലിൽ ചെന്നാൽ നമുക്ക് കഴിക്കാൻ തോന്നുള്ളൂ. അപ്പൊ അവിടെ കത്തിയെടുക്കാട്ടെ എന്ന് പറഞ്ഞ അടക്കളയിൽ പോകുന്ന നേരം കൊണ്ട് കഴിഞ്ഞുണ്ടാവും. പിന്നെ നമുക്കൊരു ചെറിയ കഷ്ണം
അടിപൊളി. ഇന്നലെ നല്ല ഗംഭീര കിട്ടിയിട്ടുണ്ട്. അതേ ആവശ്യം ഞാൻ അത് ചോദിക്കും. മീൻകറിയും ചോറുമാണ് ചേട്ടന്റെ വീക്ക്നെസ് അല്ലേ. വേറെ പല കേക്കുകളും കൊണ്ടുവന്ന് വെച്ചപ്പോഴും ഇത് വേറെ ഇപ്പൊ മൊത്തം സിലി ചേച്ചി ഇവിടെ ഉണ്ടാക്കുന്ന കേക്കുകൾ എന്ന് പറയുന്നത് 8 ഫ്ലേവർ അല്ല പറഞ്ഞേ, 8 ഫ്ലേവർ ആണ്. നമ്മുടെ ബട്ടർ സ്കോച്ച് അടക്കം, സെൻസേഷൻ അടക്കം 8 ഫ്ലേവർ ഉണ്ട്. പക്ഷെ ഇവിടെ കൊണ്ടുവച്ച് കുറെ ഉണ്ടല്ലോ. 3, 6, 7, 8, 9, 10 എണ്ണായില്ലോ. അല്ലല്ല, ഇത് രണ്ടും ഇതിന്റെ ഉള്ളിലുള്ള കേക്കുകൾ തന്നെയാണ്. പാക്കേജിങ് മാത്രം വ്യത്യാസമുള്ളൂ. ഇത് ഈ കേക്കിന് ഇത് 1 kg കേക്ക്സ് ആണ്. 1 കിലോന്റെ കേക്കുകൾ നമുക്ക് കസ്റ്റമേഴ്സ് സ്പെഷ്യൽ ആയിട്ട് ഓർഡർ പറയുമ്പോൾ ഏത് കേക്ക് പറഞ്ഞാലും ഞങ്ങൾ ഈ ബോക്സിൽ ഗിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. അത് ഏത് കേക്ക് ആയാലും നമ്മൾ ഇതിനകത്ത് ഏത് ഫ്ലേവർ ആയാലും മെയിൻലി ഇതിനകത്ത് ചെയ്യുന്നത് നമ്മള് സ്ട്രോബെറി, പൈനാപ്പിളും ബട്ടർ സ്കോച്ചും ആണ്. അത് കുറച്ച് വെയിറ്റ് 1 kg ആണെങ്കിൽ ഇച്ചിരി വലിപ്പമുള്ള കേക്കാണ്. അപ്പൊ അതാണ് ഇതിൽ ചെയ്യുന്നത്. ഇതിൽ 1 kg കേക്ക് തന്നെയാണ്. പ്ലം കേക്ക്, ഡേറ്റ്സ് പുഡിംഗ്. ചിലർ അങ്ങനെ സെപ്പറേറ്റ്. അപ്പൊ കോർപ്പറേറ്റ്സിനാണെങ്കിൽ അവർക്ക് അവരുടെ ലോഗോയും ക്രിസ്മസ് വിഷസും ഒക്കെ ഇതിനകത്ത് നമ്മളുടെ ഒരു കേക്കിനകത്ത് അവരുടെ ഇത് ചെയ്യുന്നേക്കാളും അവരുടെ ലോഗോ കുറച്ചും കൂടെ നോട്ടീസ് ചെയ്യും. വളരെ വേറെ ഒന്നുമില്ല. അപ്പൊ അവരുടെ ഒരു ലോഗോ അവർ പ്രിന്റ് ചെയ്തിട്ട് ഇത് മൊട്ടിക്ക് അവരുടെ ക്രിസ്മസ് വിഷസും അവരുടെ കസ്റ്റമേഴ്സിനെ കൊടുക്കാൻ വേണ്ടി. ഇതിന്റെ ഉള്ളിലത്തെ കേക്കിനല്ല പ്രാധാന്യം, ഇതിന്റെ ബോക്സിനാണ്. ബോക്സിനാണ് പ്രാധാന്യം. അത് ഏത് അവര് പറയുന്ന ഏത് കേക്ക് വേണമെങ്കിലും നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കും. ഓക്കെ, ഇത് പ്ലം കേക്ക്. ഇതാണ് ക്രിസ്മസിന് ഏറ്റവും കൂടുതൽ അല്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ അതല്ല. ചില ആൾക്കാരുണ്ട് അവർക്ക് പ്ലം തന്നെ വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് കമ്പാരിറ്റീവ്ലി പ്ലം അല്ല കൂടുതൽ. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ക്രിസ്മസിലെ ഡേറ്റ്സ് പുഡിംഗ് ആണ്. നമ്മള് ചേട്ടൻ കൊണ്ടുവന്നതായിരുന്നു, ജനനന്മന്ന് കൊണ്ടുവന്ന കേക്കായിരുന്നു. അപ്പൊ സ്പൈസ് ഇപ്പൊ പ്ലം കേക്ക് വേണ്ടവർക്ക് അതുണ്ട്. സ്ട്രോബെറി വെൽവെറ്റ് കേക്ക് ഇതൊന്ന് കൊണ്ടുപോയി ട്രൈ ചെയ്യണം. പൈനാപ്പിൾ വെൽവെറ്റ്. ഇത് ബട്ടർ സ്കോച്ച് പുഡിംഗ് കേക്ക്. ബട്ടർ സ്കോച്ച് സെൻസേഷനും ഇതും തമ്മിൽ എന്താ വ്യത്യാസം? ബട്ടർ സ്കോച്ചിന്റെ ടേസ്റ്റ് തന്നെ കുറച്ചും കൂടെ ഇന്റൻസ് ഫ്ലേവർ എന്ന് പറയും. പ്രീമിയം വേർഷൻ ആണ് ആ കേക്ക്. അതിന്റെ ടേസ്റ്റും കുറച്ചുകൂടി നട്ട്സ് ഒക്കെ കൂടുതലാണ്. നട്ട്സ് കൂടുതൽ മുകളിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ കേക്കിന് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. സെൻസേഷൻ ആ ഒരു പ്രീമിയം വേർഷൻ ആണ്. ഇത് ബട്ടർ സ്കോച്ച് പുഡിംഗ് കേക്ക് കേട്ടാ. അടുത്തത് മാർബിൾ കേക്ക്. പിന്നെ എല്ലാവർക്കും അറിയാം മാർബിൾ കേക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കേക്ക്. അതാണ് ഈ വായിലൊന്നും തടയാത്ത സാധനങ്ങൾ ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഇത് ഡേറ്റ്സ് പുഡിംഗ് കേക്ക്. ഇതാണ് അന്ന് ചേട്ടൻ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇത് കഴിച്ചു തീർന്നു. മോനെ പിടിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാ. അടുത്തത് ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക്. ഇതും അത്യാവശ്യം നല്ല ചെലവുണ്ട്. ഭയങ്കര വ്യത്യാസം എന്ന് പറയുന്നത് ഇതില് ഡേറ്റ്സും ക്യാരറ്റും മാത്രമേ ഉള്ളൂ. ഇതില് ഡേറ്റ്സ് പുഡിംഗിൽ നമ്മള് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാതും ഉണ്ട്. പക്ഷെ അപ്പോഴും ഈ കേക്ക് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. ഇതിനകത്ത് ഡേറ്റ്സ് ശരിക്കും അലിഞ്ഞ് കിടക്കുന്ന പോലെയാണ്. അത് നമുക്ക് ഭയങ്കരമായിട്ട് കടിക്കില്ല. ഇപ്പൊ വയലിട്ട ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഇതിപ്പോ നമ്മളിപ്പോ തന്നെ കട്ട് ചെയ്ത് കഴിച്ചു. കട്ട് ചെയ്തില്ല, മാന്തി തിന്നില്ലേ ആ കേക്ക്. അങ്ങനെ അപ്പൊ ഇതാണ് ഈ വർഷത്തെ പുതിയത്. ചേച്ചി പറഞ്ഞല്ലോ പുതുതായിട്ട്. അടുത്ത വർഷം ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവും. എന്തെങ്കിലും ആക്കണം. അതിന് തിരക്ക് കഴിഞ്ഞിട്ടാണ് അതിനെ പറ്റിട്ട് ചിന്തിച്ചു തുടങ്ങുള്ളൂ. കേക്കിന്റെ ടേസ്റ്റിനെ പറ്റി മാത്രം നമ്മൾ പറഞ്ഞ പോലെ ഒരു പാക്കേജിങ്, ഒരു രക്ഷയില്ലാത്ത പാക്കേജിങ് ആണ് കേട്ടാ. എല്ലാതും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കാര്യം നമ്മളിപ്പോ കേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് പിന്നെ നമുക്ക് ആവശ്യമില്ല, നമ്മളിത് കത്തിച്ചു കളയുള്ളൂ. പക്ഷെ എന്നാ പോലും ഇതിന്റെ ഒരു ഭംഗി പറയാതിരിക്കാൻ വയ്യ. ഈ സെൻസേഷൻ ഇതും കുറെ അപ്രിസിയേഷൻ കിട്ടിയ പാക്കേജിംഗ് ആണ്. ഒരുപാട് പേര് പറഞ്ഞു ഭയങ്കര പ്രീമിയം ലുക്ക്. അതെ അതെ, നല്ല സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർക്ക് ഒരാൾക്ക് കൊടുത്തേച്ചിട്ടായിരുന്നു. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിന്റെ സെയിൽസ് അങ്ങനെ ഭയങ്കരമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ കൊടുത്ത് ഇന്ന് എനിക്ക് കോള് വന്നു, നിങ്ങളുടെ ഇതിന്റെ പാക്കേജിങ് നല്ല ഉഗ്രനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് അല്ല ഉള്ളിലുള്ളതിന് തീർച്ചയായിട്ടും ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓ ഇങ്ങനെ ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കേക്ക് ഇത്രയും കുറച്ച് ആൾക്കാരായിട്ട്. കേക്കിന്റെ ഒരു കോലം നോക്കിയേ. ഈ കേക്ക് ഇങ്ങനെയാക്കിയ ഒരു ഉത്തരവാദി നിൽക്കുന്ന ആളാണ് കേട്ടാ. കേക്കിന്റെ ഡിസൈൻ ബോക്സ് ഡിസൈൻ ചെയ്യാനുള്ള ഒരു ഇതില്ല ഭാഗ്യം കിട്ടിയ ആളാണ്. അപ്പോൾ ഞാനൊരു അഡ്വർടൈസിങ് ഏജൻസി എറണാകുളത്ത് നടത്തുന്നുണ്ട്. മെയിൻലി ഞങ്ങളുടെ ഫുഡ് പ്രോഡക്റ്റ് പാക്കേജിംഗ് ആണ് അതിന്റെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ടൈപ്പ് എന്തെങ്കിലും ബ്രാൻഡിങ് അല്ലെങ്കിൽ എന്താ പറയുക പാക്കേജിംഗ് പ്രോഡക്ട്സ് കൺസൾട്ടൻസി വേണമെങ്കിൽ സരിതയായിട്ട് ബന്ധപ്പെട്ടാൽ മതി. നമുക്ക് അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. ഇതിലെനിക്കൊരു പങ്കില്ല. ഞാൻ ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
ആളെ വെറുതെ ഒന്നും ആളെ വീഡിയോയിൽ കാണിക്കാൻ വെച്ചപ്പോ ഇടയെ കൂടെ ആളുടെ ഒരു മാർക്കറ്റിങ്. അപ്പൊ എന്തായാലും ബോക്സുകളുടെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടാ. അത് വീഡിയോയിൽ പറയണത് അങ്ങനെയല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇത്രയും കേക്കുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോ ഇവിടെ നിന്ന് ഇപ്പൊ സപ്ലൈ ഉള്ളത് മധ്യ കേരളം, അതായത് തൃശ്ശൂര്, എറണാകുളം, കോട്ടയം ഉണ്ട്. ഇനി ഈ പറഞ്ഞ ജില്ലകളല്ലാണ്ട് ബാക്കിയുള്ള ജില്ലക്കാർക്കും സിലി ചേച്ചിയുടെ കേക്കിന്റെ ടേസ്റ്റ് അറിയണം എന്ന ആഗ്രഹം തോന്നുകയാണെങ്കിൽ, ഞങ്ങളുടെ ഈ കഴിക്കല് കണ്ടിട്ട് തോന്നുകയാണെങ്കിൽ ഇവിടെ കാണിക്കുന്ന ഈ വെബ്സൈറ്റിൽ, ഇവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് വാങ്ങാം. അല്ലെങ്കിൽ ആമസോണിലും കിട്ടും. അപ്പൊ ആമസോണിലാവുമ്പോ പിന്നെ എവിടെ ബാംഗ്ലൂർ, ഉടുപ്പി ഏരിയയിലൊക്കെ നമ്മുടെ കേക്ക് ഓൾറെഡി ഉണ്ട് കേട്ടോ. ബാംഗ്ലൂർ ഉണ്ട്, ഉടുപ്പി, മാംഗ്ലൂർ ഭാഗത്ത് നമുക്ക് ഓൾറെഡി കടകളിൽ കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ കടകളിൽ നിന്ന് തന്നെ കിട്ടും, ബേക്കറികളിൽ തന്നെ കിട്ടും കേട്ടോ. എന്താണ് നമ്മുടെ കടയുടെ പേരറിയാലോ, സ്പൈസ് കേക്ക്സ് എന്ന് കാണാം. സ്പൈസ് കേക്ക്സ് പറഞ്ഞാൽ മനസ്സിലാക്കുക, അത് നമ്മുടെ സിലി ചേച്ചിയുടെ കയ്യൊപ്പ് പതിഞ്ഞ കേക്ക് ആയിരിക്കും. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ആമസോണിലൊക്കെ കയറി വാങ്ങാവുന്നതാണ്. ഞാൻ വിചാരിച്ചതേ ഇതൊക്കെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന്, പക്ഷെ ഇതൊക്കെ നമ്മളോട് കൊണ്ടുപോകാനാണ്. ഇത് നിങ്ങൾ കൊണ്ടുപോയിട്ട് ഓരോന്നും ഇടയ്ക്കിടയ്ക്ക് എല്ലാം കൂടെ ഒരുമിച്ചൊന്നും കഴിച്ചേക്കരുത് കേട്ടോ. ഓരോ ദിവസം ഓരോന്ന് കഴിച്ച് കറക്റ്റ് ഫീഡ്ബാക്ക് ഞങ്ങളോട് പറയാ. തീർച്ചയായിട്ടും ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് വളരെയധികം വാല്യൂ ചെയ്യുന്ന ആൾക്കാരാണ്. അതെ, ഉസ്താദ് ഹോട്ടലിൽ പറയില്ലേ, ഒരാളുടെ വയറ് നിറയ്ക്കാൻ സുഖം, മനസ്സ് നിറയ്ക്കാൻ. മനസ്സ് നിറയ്ക്കാന്നുള്ളതാണ്. മനസ്സ് നിറയ്ക്കുമ്പോ കിട്ടുന്ന ഒരു സന്തോഷമാണ് സിലി ചേച്ചിയുടെ സന്തോഷം. അപ്പൊ ഇത് ഞങ്ങൾ പറയാട്ടാ. അപ്പൊ സിലി ചേച്ചിക്ക് ഫുൾ സപ്പോർട്ടായിട്ട് കൂടെ ബെന്നി ചേട്ടനുണ്ട് കേട്ടാ. അതേ ബെന്നി ചേട്ടൻ പുറത്തു പോയി കയറും ഞാൻ പറഞ്ഞു, അതേ പെന്നാളെത്തി. ഞങ്ങളൊരു ഫാമിലി ബിസിനസ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഞങ്ങള് 4 പേരും, മക്കള് 2 പേരും ഇതിനകത്ത് തന്നെയുണ്ട്. ഞാൻ ആദ്യം മാർക്കറ്റിങ്ങിൽ ഞാൻ പോയിരുന്ന സമയത്ത് അവരെന്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവരെ ഫുള്ള് ഏൽപ്പിച്ചു. അപ്പൊ അവരാണ് നോക്കുന്നത്. ഞാൻ പ്രൊഡക്ഷനിൽ വരുമ്പോഴും കമ്പനിയിലെ പർച്ചേസിങ്ങും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അവരാണ് ചെയ്യണേ. അപ്പൊ ഓക്കെ, പിന്നെ ഞങ്ങൾ പോവാൻ നോക്കട്ടെ കേട്ടാ. അപ്പൊ നമുക്ക് ബോക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതിലാക്കിയിട്ടാണ് തരുന്നത്. അപ്പൊ റിച്ചാർഡിനോട് ഞങ്ങളുടെ അന്വേഷണം പറയും. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഞങ്ങൾ ഇനിയും വരും, അതുകൊണ്ട് ശരിക്കും യാത്ര ഒന്നും പറയണില്ല, ഇനിയും നമ്മൾ കാണാനുള്ളതാ. ശരി വിനോദേട്ടാ, അപ്പൊ ഞങ്ങൾ പോവാണ്.